ഞാനിവിടെ ഹാൻഡ് എംബ്രോയ്ഡറി വർക്കുകളെക്കുറിച്ച് ഒരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും ഇത് ചെയ്തു നോക്കണം. അതിനുശേഷം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കമൻറ്റുകൾ പറയണം. ഹാൻഡ് എംബ്രോയ്ഡറി വർക്കിൻ്റെ ബേസിക് സ്റ്റിച്ചുകളെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. ആദ്യമേ ഹാൻഡ് എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്നതിനുള്ള മെറ്റീരിയലുകൾ എന്തെല്ലാം എന്ന് നോക്കാം. ഹാൻഡ് എംബ്രോയ്ഡറി വർക്ക് ചെയ്യാനായിട്ട് നമ്മളെടുത്തിരിക്കുന്ന തുണി, അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മെറ്റീരിയൽ യൂസ് ചെയ്യാം. ത്രെഡ് ആവശ്യമാണ്. അത് പേൾ കോട്ടനോ നൈലോൺ ത്രെഡോ എംബ്രോയ്ഡറി നൈലോൺ ത്രെഡോ യൂസ് ചെയ്യാം. നീഡിൽ ആവശ്യമാണ്. ഹാൻഡ് എംബ്രോയ്ഡറി റിങ് ആവശ്യമാണ്. കത്രിക ആവശ്യമാണ്. ഇത്രയും മെറ്റീരിയലാണ് ഹാൻഡ് എംബ്രോയ്ഡറി വർക്ക് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്. ഇനി അത് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഞാനിവിടെ ഹാൻഡ് എംബ്രോയ്ഡറി വർക്ക് ചെയ്യുന്ന സ്റ്റിച്ചുകളാണ് ആദ്യമേ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ തുണിയിൽ റിങ് നല്ല ടൈറ്റായിട്ട് ഇടാം. ഈ റിങ് പല വലിപ്പത്തിലുള്ള റിങ് നമുക്ക് കിട്ടും. അവരുടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് കംഫർട്ട് ഏതാണെന്ന് വെച്ചാൽ ആ വലിപ്പത്തിലുള്ള റിങ് നമ്മൾ യൂസ് ചെയ്യുക. ആദ്യമേ നമ്മൾ റണ്ണിങ് സ്റ്റിച്ചാണ് പഠിക്കുന്നത്. അത് ഏറ്റവും സിമ്പിളായ സ്റ്റിച്ചാണ് റണ്ണിങ് സ്റ്റിച്ച്. നമ്മൾ തുണി ഇതുപോലെ ടൈറ്റ് ചെയ്തതിന് ശേഷം നൂല് ഇതുപോലെ എടുത്ത് കെട്ടിട്ടതിന് ശേഷം തുണിയുടെ ബാക്ക് സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. റണ്ണിങ് സ്റ്റിച്ചിൻ്റെ പ്രത്യേകത, റണ്ണിങ് സ്റ്റിച്ച് സെയിം ഗ്യാപ്പിലാണ് ചെയ്തെടുക്കേണ്ടത്. ഈ റണ്ണിങ് സ്റ്റിച്ച് തന്നെ യൂസ് ചെയ്താണ് കാന്ത വർക്ക് ചെയ്യുന്നത്. അതുപോലെ യൂസ് ചെയ്താണ് ക്വിൽറ്റ് തയ്ക്കുന്നത്. റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്ത് നമ്മുടെ ബെഡ്ഷീറ്റുകളും പില്ലോ കവറും കുഷ്യൻ കവറോ ടേബിൾ മാറ്റോ ഒക്കെ നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. നമ്മൾ തന്നെ ഡിസൈൻ ചെയ്ത് നമ്മുടെ വീട് അലങ്കരിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ ഒരേ ഗ്യാപ്പ് ഇട്ട് വേണം റണ്ണിങ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ലാസ്റ്റ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതുപോലെ ബാക്കിൽ നൂലെടുത്ത് കെട്ടിട്ട് വേണം ഫിനിഷ് ചെയ്യാനായിട്ട്. റണ്ണിങ് സ്റ്റിച്ച് തന്നെ പല വേരിയേഷൻസ് ഉണ്ട്. റണ്ണിങ് സ്റ്റിച്ചിൽ തന്നെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ വേരിയേഷൻസ് ആണ് ബാക്കി ഞാൻ ഇന്നിവിടെ പറഞ്ഞു തരുന്നത്. ഒരേ ഗ്യാപ്പിൽ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ അടുത്ത ചെയ്യുന്നത് വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ചാണ്. അതിനുവേണ്ടി നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ഫിനിഷ് ചെയ്ത പോയിന്റിൽ നിന്നും ആ സെയിം പോയിന്റിൽ തന്നെ സൂചി കുത്തി വേറൊരു ത്രെഡ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുപോലെ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത ത്രെഡിനുള്ളിലൂടെ കടത്തി ഇതുപോലെ നമുക്ക് തുണിയിൽ കുത്താതെ ഇതുപോലെ സൂചി കടത്തി നമുക്ക് നൂല് വലിച്ചെടുക്കാം. ഇതിനെ പറയുന്നത് വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച് എന്നാണ്. ഇത് സിമ്പിൾ വർക്കാണ്. ഇത് നോർമലായിട്ട് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ഒരു ഫ്ലവർ ഡിസൈൻ ചെയ്യുമ്പോൾ സ്റ്റെം സ്റ്റിച്ചിന് പകരമായിട്ട് ഈ സ്റ്റിച്ച് യൂസ് ചെയ്യാം. നമ്മൾ സ്റ്റിച്ചുകളെല്ലാം പഠിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ എന്തൊക്കെ സ്റ്റിച്ചുകൾ യൂസ് ചെയ്യണമെന്ന് നമ്മൾ തന്നെ നോക്കി ചെയ്താൽ മതിയാകും. ഇതൊരു സിമ്പിൾ സ്റ്റിച്ചാണ്, എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്.
ഇത് ഫിനിഷ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ചിൻ്റെ ആ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ ഫിനിഷ് ചെയ്ത് നൂല് കെട്ടിവെക്കാം. അടുത്തത് റണ്ണിങ് സ്റ്റിച്ചിൻ്റെ വേറൊരു വേരിയേഷനാണ് ത്രെഡഡ് റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അതാദ്യമേ ഇതുപോലെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്ത് ഫിനിഷ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഫസ്റ്റ് സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലൂടെ സൂചി കുത്തി ഇതുപോലെ റാ ഷേപ്പിൽ അത് ത്രെഡ് നല്ലതായിട്ട് വലിച്ചെടുക്കരുത്, ഇതുപോലെ സ്ലോയിൽ വലിച്ചെടുക്കണം. എന്നാൽ മാത്രമേ ആ ഷേപ്പ് കിട്ടുകയുള്ളൂ. ഇതുപോലെ ചെയ്ത് ഫിനിഷ് ചെയ്യുക. ഈ സ്റ്റിച്ചിങ്ങിന് പറയുന്നതാണ് ത്രെഡഡ് റണ്ണിങ് സ്റ്റിച്ച്. അടുത്തതും ഇതുപോലെ തന്നെ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. ഇതും റണ്ണിങ് സ്റ്റിച്ചിൻ്റെ വേറൊരു വേരിയേഷനാണ് ഡബിൾ ത്രെഡഡ് റണ്ണിങ് സ്റ്റിച്ച്. അത് ഇതുപോലെ തന്നെ സെയിം റണ്ണിങ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ത്രെഡഡ് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക. അതിനുശേഷം ഓപ്പോസിറ്റ് വേയിൽ കൂടെ ഇതുപോലെ റാ ഷേപ്പിൽ നൂല് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യേണ്ട, തുണിയിൽ സ്റ്റിച്ചിങ് ഇല്ല. ഇതുപോലെ ത്രെഡ് സെയിം ഇതിലൂടെ കടത്തി വിടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ റാ ഷേപ്പിൽ തന്നെ ഓപ്പോസിറ്റ് സൈഡിലും വരുന്നു. ഇതുപോലെ സെൻറ്ററിൽ കുത്തി ലാസ്റ്റ് സ്റ്റിച്ചിൻ്റെയും സെൻറ്ററിൽ കുത്തിയാണ് ഫിനിഷ് ചെയ്യുന്നത്. ഞാൻ ഇതുപോലെ തന്നെ വർക്ക് ചെയ്ത വേറൊരു മെറ്റീരിയലിൽ വർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഇതുപോലെ 4 സ്റ്റിച്ചുകളും റണ്ണിങ് സ്റ്റിച്ച്, വിപ്ഡ് റണ്ണിങ് സ്റ്റിച്ച്, ത്രെഡഡ് റണ്ണിങ് സ്റ്റിച്ച്, ഡബിൾ ത്രെഡഡ് റണ്ണിങ് സ്റ്റിച്ച്, ഇത് 4 സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മളൊരു തുണിയിൽ ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമേ ഒരു ഡിസൈൻ വേണം. അതിനുശേഷം ഒരു കാർബൺ പേപ്പർ വേണം, ഒരു പെൻസിൽ വേണം. ഇത്രയുമാണ് നമ്മൾ തുണിയിൽ ഡിസൈൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നമുക്കിഷ്ടമുള്ള ഡിസൈൻ എടുക്കാം. ഞാനിവിടെ ഒരു പില്ലോ കവറിൽ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഇതെടുത്തിരിക്കുന്നത്, ഈ ഡിസൈൻ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കാർബൺ പേപ്പർ എപ്പോഴും നമ്മൾ തുണിയിൽ ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് യെല്ലോ കാർബൺ പേപ്പർ യൂസ് ചെയ്യുന്നതാണ്. ബ്ലാക്ക് ആണെങ്കിലും ബ്ലൂ ആണെങ്കിലും നമ്മുടെ തുണിയിൽ നിന്ന് കളർ പോകില്ല. അതിനാണ് യെല്ലോ കളറിൽ കാർബൺ പേപ്പർ യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്ത് ഒരു ഡിസൈനാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതൊരു പില്ലോ കവറിലാണ് ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ച് യൂസ് ചെയ്ത് ഈ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ ഫിനിഷ് ചെയ്ത ഒരു പില്ലോ കവറാണ് ഇത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പില്ലോ കവറിലും ബെഡ്ഷീറ്റിലും ഒക്കെ ഈ ഡിസൈൻ ചെയ്ത് നമ്മളൊരു സിംഗിൾ കളർ ബെഡ്ഷീറ്റോ പില്ലോ കവറോ വാങ്ങിച്ചാൽ ഇതുപോലെ വേറെ കളറുകൾ യൂസ് ചെയ്ത് ഇതുപോലെ ഒരു ഭംഗിയുള്ള ബെഡ്ഷീറ്റായിട്ടോ അല്ലെങ്കിൽ പില്ലോ കവറായിട്ടോ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നാളെ വേറൊരു സ്റ്റിച്ചുമായിട്ട് നമുക്ക് നാളെ കാണാം.